ദിവ്യ എൻ്റെ അടുത്ത് മ്യൂസിക് കൊച്ചുനാളില് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒരുപാട് ദേഷ്യപ്പെടും. ദിവ്യയാണെങ്കിൽ ദേഷ്യത്തിന്റെ മുഖം പ്രകടിപ്പിക്കുകയോ അല്ല കരഞ്ഞു കാണിക്കുകയോ അല്ല കണ്ണീര് വരികയോ ഒന്നും കാണിക്കാതെ ചിരിച്ചോണ്ട് തന്നെ സംഗീതം പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിക്കും നമ്മൾ ഇന്ന് കുട്ടിനെ ഒരുപാട് വഴക്ക് പറഞ്ഞല്ലോ, അപ്പൊ മേ ബി നാളെ വരൂലായിരിക്കും എന്ന് വിചാരിച്ചാൽ അടുത്ത ദിവസം രാവിലെ പിന്നെയും ദിവ്യ വന്ന് പഠിക്കാൻ വേണ്ടി വരും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ എന്തൊരു ചെറിയ കുട്ടിയാണ്. നമ്മൾ ദേഷ്യപ്പെട്ടാലും ഒന്നുകിൽ പിള്ളേർ ദേഷ്യപ്പെടും, ഇല്ലെങ്കിൽ മുഖം കറുപ്പിച്ച് കാണിക്കും, ഇല്ലെങ്കിൽ കരയും, അല്ലെങ്കിൽ പോകുമ്പോൾ പറയാതെ അങ്ങ് പോവും. പക്ഷെ ദിവ്യ അങ്ങനെയല്ല. വളരെ അപ്പൊ ഞാൻ പറഞ്ഞ ആ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ആ സ്വഭാവമാണ്. വളരെ അപ്പളെ മെച്ചോർഡാണ്. അപ്പൊ എന്റെ ഇന്ന് കാര്യം ഗ്രഹിക്കുക, അതാണ് അവളുടെ ഫോക്കസ്. ശബരി രക്ഷപ്പെട്ടു. ഞാൻ കുറച്ച് വഴക്കെടുത്താലും പ്രശ്നമില്ല. സ്ഥായിയായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് ടീച്ചറാണ് പിന്നെ ദിവ്യനെ ഗായിക പട്ടത്തിലേക്ക് നയിച്ചത്. ടീച്ചർ എന്റെ ഇടയ്ക്ക് ഒരു ആഗ്രഹം കൂടെ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു പാട്ട് ടീച്ചറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. ഹരിഹര സുതനേ കരുണയുടൻ നീ, ഹരിഹര സുതനേ കരുണയുടൻ നീ, അടിയാർகளை காக்க விரைவினில் வருவே. ஹரிஹர சுதனே சிறியோர் எங்களை காத்திடவே நீ, சிறியோர் எங்களை காத்திடவே நீ, சித்தமிறங்கி இந்த சந்நிதி முன்னே. ஹரிஹர சுதனே மானிடரை காக்க மாநிலத்தில் வந்து மகிழ்வுடன் பந்தளராஜன் மைந்தனாய் அமைந்தே. மானிடரை காக்க மாநிலத்தில் வந்து மகிழ்வுடன் பந்தளராஜன் மைந்தனாய் அமைந்தேர். தயவுடன் அவர் மனைவி சங்கடம் தீர்த்தீர். தயவுடன் அவர் மனைவி சங்கடம் தீர்த்தீர். தயவுடன் அவர் மனைவி சங்கடம் தீர்த்தீர். சகலரையும் காக்கும் ശബരിമലൈ സകലരെയും കാക്കും ശബരിമലൈ, സകലരെയും കാക്കും ശബരിമലൈ, 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 ഹരിഹര സുതനേ. ശബരി എല്ലാരെയും കാക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ ഈ കൊച്ചു പെങ്ങളെയും കൂടെ കാത്തോളം കേട്ടോ. ഞാൻ യഥാർത്ഥത്തിലൊരു അയ്യപ്പ ഭക്തയാണ്. അപ്പൊ ഞാൻ കയ്യിൽ കൊണ്ട് നടക്കുന്നതാണ് അയ്യപ്പനെ. കുഞ്ഞുനാള് മുതലേ കൊണ്ട് നടക്കാൻ പോവാണ് ഇനി. അല്ലെ, ഇതുവരെയും കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് മുതൽ ഇട്ട് തുടങ്ങിയതാണ്. ഞാനിതൊരു അയ്യപ്പന്റെ മോതിരം ശബരിമലയ്ക്ക് പോകുന്ന സമയം അല്ലാതെ ഇങ്ങനെ ഇട്ട ഒരാള്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എവിടെയൊക്കെ സിങ്ക് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള സിങ്ക് ഉണ്ട് നിങ്ങൾ തമ്മില്. എന്താ കാരണം വെച്ചാൽ മൂകാംബികയും പിന്നെ ദിവ്യക്ക് വളരെ വേണ്ടപ്പെട്ട, ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ക്ഷേത്രം മൂകാംബികയാണ്. അച്ഛനുള്ള സമയം തൊട്ടേ എല്ലാ ഓണത്തിനും എത്രയോ കാലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൂകാംബികയിലാണ്. ഞാൻ അച്ഛൻ പോയതിനു ശേഷം മൂകാംബികയിൽ പോയിട്ടുമില്ല. ദിവ്യയ്ക്കും ഏറ്റവും വിശ്വാസമുള്ള, ഞാൻ ഓരോ പുസ്തകം എഴുതുന്നതിന് മുൻപേ മൂകാംബികയിൽ പോയിട്ട് അവിടെ സമർപ്പിച്ചിട്ടാണ് ഓരോ പുസ്തകം ഇതുവരെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജീവിതം എന്നുള്ള പുസ്തകത്തിൻ്റെ ഒരു പുതിയ അധ്യായം തുറക്കുമ്പോഴും അവിടെ വെച്ച് തന്നെ അത് തുടങ്ങണം എന്നുള്ള
ഒരാഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പക്ഷേ നിങ്ങളുടെ ആ ഭക്തിയും അതിൽ സംബന്ധിച്ചുള്ള സമയങ്ങളും നിങ്ങളുടെ വരും ജീവിതത്തിലും അതിന്റെ സ്വാധീനം ചെലുത്തട്ടെ എന്നൊക്കെയാണ് ഞങ്ങൾക്ക് പറയാം.